ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ശ്വേത എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ശ്വേത. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഹസ്ബൻഡ് ഒരു പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡിനേക്കാൾ ബിസി വർക്കാണ്. IT ഫീൽഡിലാണ് എൻ്റെ ജോലി. കാണാനൊക്കെ നല്ല അഴകുണ്ടെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ഒരു നാണം കുടുങ്ങിയാണ്. സത്യം പറഞ്ഞാൽ അത്തരമൊരാണിനെ ഒരു പെണ്ണ് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തോ ഹസ്ബൻഡ് സൗന്ദര്യത്തിൽ നല്ലൊരു ഇഷ്ടം തോന്നി. അതുകൊണ്ടാണ് വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത്. കാണാനുള്ള ഗാംഭീര്യത്തിനും പൗരുഷത്തിനും ഒന്നൊരു കുറവില്ല. സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെയുള്ള ആണുങ്ങളാണ് നല്ലത്. കാര്യം മറ്റ് പെണ്ണുങ്ങളുമായിട്ട് അധികം ബന്ധമോ പ്രേമബന്ധങ്ങളോ ഒന്നും കാണില്ല. ചില ആണുങ്ങൾ ഇൻട്രോവേർട്ടായിരിക്കും. അത്തരം ആണുങ്ങളാണ് മോളെ ഭർത്താക്കന്മാരാക്കാൻ നല്ലത്. അല്ലെങ്കിൽ വലിയ പ്രശ്നക്കാരാണെങ്കിൽ അവന്മാർ എവിടെയെങ്കിലുമൊക്കെ ചാടിക്കയറിപ്പോകും. നിന്റെ ദാമ്പത്യ ജീവിതം പ്രശ്നമാകുകയും ചെയ്യും. ഇങ്ങനെയുള്ളവന്മാരെ നിനക്ക് അരയിലെ ചരടിൽ കെട്ടിയിടാം. പറയുന്നതൊക്കെ ചെയ്യുകയും ചെയ്യും. ഒരു കണക്കിന് നോക്കുമ്പോൾ ബെറ്റർ ചോയ്സാ എന്ന് അമ്മയും പറഞ്ഞു. അമ്മയുടെ അനുഭവമായിരിക്കാം. എൻ്റെ അച്ഛനും കുറച്ച് പതിഞ്ഞ സ്വഭാവമാണ്. അമ്മയാണെങ്കിൽ നല്ല ഊർജ്ജസ്വലയായ ഒരു സ്ത്രീയുമാണ്. അത് കേട്ടപ്പോൾ ഒറ്റമോളായ ഞാനങ്ങ് തീരുമാനിച്ചു, കാണാൻ സുന്ദരനായ ഈ പുരുഷൻ മതിയെന്ന്. കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എൻ്റെ ഭർത്താവ് ഒരു കുട്ടികളെ പോലെയാണ്. അതായത് അമ്മായിമ്മ പറഞ്ഞതാണ് എല്ലാം കേൾക്കുന്നത്. ചെറിയ കാര്യങ്ങളാണെങ്കിലും അമ്മയോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ. 24 മണിക്കൂറും ഫോണിൽ അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ എനിക്ക് പല സമയത്തും ഇറിറ്റേഷൻ ഉണ്ടായി. പ്രത്യേകിച്ചും ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഏകദേശം 1.5 മാസത്തോളം ലീവിലായിരുന്നു. ആ സമയത്ത് ഹണിമൂണിന് പോകുമ്പോഴും അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കും. ഇത് എനിക്കൊരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അസ്വസ്ഥതയുണ്ടായി. ഞാനതിൻ്റെ പേരിൽ വഴക്കിട്ടു. അമ്മയുമായിട്ട് ഒത്തിരി ഡിപ്പെൻഡഡ് ആണ്, അതുകൊണ്ടാണ് പതുക്കെ മാറ്റിയെടുക്കാം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ മറ്റ് കാര്യങ്ങളിൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അത്ര സ്ലോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അതിൽ ഒത്തിരി ആ സമയത്ത് ഊർജ്ജസ്വലമായ പെരുമാറ്റമായിരുന്നു. അതെന്നെ അത്ഭുതപ്പെടുത്തി. കാര്യം മറ്റുള്ള സമയങ്ങളിൽ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ആൾ ഈ ഒരു കാര്യത്തിന് റെഡിയായി കഴിഞ്ഞാലില്ലേ പിന്നെ 2-3 മണിക്കൂർ ഭയങ്കര വല്ലാത്ത ഒരു വൈബാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാം കഴിഞ്ഞ് എനിക്കും എൻ്റെ കാര്യങ്ങളിലേക്ക് കടന്ന് ഓക്കെ ആയി കഴിയുമ്പോഴേക്കും അദ്ദേഹം പിന്നെയും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പഴയപടിയാകും. സംസാരമൊന്നും ഇതിനിടയ്ക്കില്ലെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ വളരെ മനോഹരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭർത്താവിനോട് ഭയങ്കരമായിട്ട് വിരോധം കാണിക്കാൻ എനിക്ക് പറ്റില്ല. കാര്യം ഇങ്ങനെ നല്ലൊരു പുരുഷനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുക? ആകെ കൂടി ഈ വീക്ക്നെസ്സേ ഉള്ളൂ. നാണക്കാരനായിരിക്കുന്നത് എൻ്റെ അമ്മ പറഞ്ഞതുപോലെ ഗുണമാണ്. മറ്റു പെണ്ണുങ്ങളുമായിട്ട് അടുക്കില്ലല്ലോ. പിന്നെ ഈ ഒരു കാര്യം അമ്മ എന്ന് പറഞ്ഞ് ചിലപ്പം ഏറ്റവും ഇളയ കുട്ടിയായതുകൊണ്ട് അങ്ങനെ പുന്നാരിച്ചതായിരിക്കാം എന്നൊക്കെ എൻ്റെ അമ്മയും പറഞ്ഞു. അതിൽ സമാധാനം കണ്ടെത്തണമെന്നും അമ്മ പറഞ്ഞതുകൊണ്ട് ഞാനത് ശീലിക്കാൻ പഠിച്ചു. പിന്നെ ഞങ്ങൾ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും രാവിലെ 2 പേരും പോകും. വൈകുന്നേരം 7-7:30 ആകും വരുമ്പോഴേക്കും. ആ സമയത്ത് അമ്മയെന്ന് അധികം വിളിക്കാനും പറ്റില്ല. ഇനി ഓഫീസിൽ പോകുമ്പോൾ വിളിക്കുന്നുണ്ടായിരിക്കും. അത് ഞാൻ അറിയുന്നില്ലല്ലോ. എല്ലാം സമാധാനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുകയായിരുന്നു. ഇതിനിടയ്ക്ക് അമ്മായിച്ചൻ എന്നൊരാൾ അവിടെയുണ്ട്. പക്ഷെ പുള്ളി അതിൽ സൈലൻ്റാണ്. എനിക്ക് തോന്നുന്നത് അമ്മായിച്ചൻ്റെ സ്വഭാവമായിരിക്കും എൻ്റെ ഭർത്താവിനെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ അമ്മായിമ്മയും അമ്മായിച്ചനും തമ്മിൽ പ്രത്യേകിച്ച് കോണ്ടാക്റ്റുകളൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. പുള്ളിക്കാരൻ കാണാൻ നല്ല സൗന്ദര്യമുള്ള ആളാണ്, എൻ്റെ ഭർത്താവിനെ പോലെ. പക്ഷേ അമ്മായിമ്മ അങ്ങനെ മൈൻഡ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വീട്ടിൽ ഒരു ജോലിക്കാരിയുണ്ട്, അവരാണ് എല്ലാം വിളമ്പി കൊടുക്കുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായി 2 പേരും 2 റൂമിലാണ് കിടക്കുന്നത്. അവർ തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധമോ സ്നേഹമോ ഒന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഭർത്താവിനോട് അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പണ്ട് തൊട്ടേ അങ്ങനെയാണ്. എനിക്കറിയില്ല അതിൻ്റെ കാരണം. അതൊന്നും അമ്മയോട് ചോദിക്കാൻ പറ്റില്ല. അമ്മ അത് പറയില്ല, അച്ഛനോട് ചോദിച്ചാലും പറയില്ലെന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം അറിയാം. അതുകൊണ്ട് ആ ക്യൂരിയോസിറ്റി ഞാനങ്ങ് ഉള്ളിലടക്കി. പിന്നെ ഇവിടെ അങ്ങനെ ഞങ്ങൾ തനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമില്ല. ഇതിനിടയ്ക്ക് കുറേ ദിവസം കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം ആ വീട്ടിൽ ഞാൻ തനിയായത്. അപ്പോൾ അമ്മായിച്ചൻ മുറിക്കുള്ളിൽ എങ്ങോ ഉണ്ട്. അദ്ദേഹം വെട്ടത്ത് വരികയോ എന്നോട് അധികം സംസാരിക്കുകയൊന്നുമില്ല. മുക്കിയും മൊളിയും എന്തെങ്കിലും ഒന്ന് സംസാരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. അന്ന് അമ്മായിമ്മ ഒരു കല്യാണത്തിന് പോയി. എനിക്കാണെങ്കിൽ അന്ന് ഓഫാണ്. ഹസ്ബൻഡും ഈ കല്യാണത്തിന് പോയി. അമ്മായിമ്മയും ഹസ്ബൻഡുമാണ് പോയത്. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് അവരെ അറിയാത്തതുകൊണ്ട് ഞാൻ പോയില്ല, വരുന്നില്ലെന്ന് പറഞ്ഞു. അവർക്ക് 2 പേർക്കും സന്തോഷമായി. കാര്യം അമ്മയും മോനും കൂടെ അവിടെ പോകാൻ ഭയങ്കര ഉത്സാഹമാണല്ലോ.
ഹസ്ബൻഡും അമ്മയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് പോയതാണ്. ജോലിക്കാരി അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുത്തു. എന്നിട്ട് അവർ ഉച്ചയായപ്പനോട് പറഞ്ഞു, മോളെ ഞാൻ വീട്ടിലേക്കൊന്ന് പോവുകയാണ്, അച്ഛന് വിളമ്പി കൊടുക്കല്ലോ എന്ന്. ഞാൻ പറഞ്ഞാൽ എന്താ, ഞാൻ വിളമ്പി കൊടുക്കാമെന്ന്. അങ്ങനെ 1:30 കഴിഞ്ഞപ്പോഴേക്കും അച്ഛനെ ഞാൻ വിളിച്ചു. 1:30 ആകുമ്പോഴാണ് കഴിക്കുന്നതെന്ന് എനിക്കറിയാം. പുള്ളിക്കാരൻ വന്നിരുന്നു. ഞാൻ വിളമ്പി കൊടുത്തു. പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കുന്നില്ല, സൈലൻ്റ് ആയിട്ടിരുന്ന് കഴിക്കുകയാണ്. ഈ പുള്ളിക്കാരനെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതിനെല്ലാം ഒറ്റ ഉത്തരം മാത്രമാണ്. എനിക്കിത്തിരി കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നു. മർമ്മപ്രധാനമായ ചോദ്യം ഞാനങ്ങ് എടുത്തിട്ടു. ഞാൻ പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവരും തമ്മിൽ ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റും സ്നേഹവും ഒക്കെയാണ്. എവിടെ പോയാലും എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ടൊക്കെ പോകുള്ളൂ. ഇവിടെ ഇപ്പോൾ അമ്മ പോയപ്പോൾ അച്ഛനോട് പറഞ്ഞിട്ട് പോലുമല്ലോ പോയത് എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെയാണ്, മോൾക്കത് മനസ്സിലായില്ലേ എന്ന്. ഞാൻ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി, പക്ഷേ അതിന് പിന്നിലെ കാരണമാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ രണ്ടുപേരും 2 റൂമിലാണ് താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പണ്ടേ അങ്ങനെയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, എനിക്കതിനെക്കുറിച്ച് വിവരിക്കാൻ താല്പര്യമില്ല മോളെ, കാരണം അതൊക്കെ കുടുംബത്തിൽ ഇനിയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന്. അപ്പോൾ എന്ത് വലിയ പ്രശ്നമുണ്ട്, അച്ഛൻ എന്നോട് തുറന്നു പറയണമെന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു, ഒരിക്കലും നിന്നോട് എനിക്കത് പറയാൻ പറ്റില്ല, ഞാൻ പറയില്ല. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇടപാടാണെന്ന് വിചാരിച്ചോളൂ എന്ന്. ഞാൻ പറഞ്ഞു, എന്നെങ്കിലും മറ്റൊരാൾ പറഞ്ഞത് അറിഞ്ഞു കഴിയുമ്പോഴേക്കും വലിയ പ്രശ്നങ്ങളാകും. അതിനു മുമ്പേ അച്ഛൻ ഇത് എന്നോട് പറയുന്നത് നല്ലതെന്ന്. ഇല്ല മോളെ, എനിക്കൊരിക്കലും അത് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എങ്കിലും അച്ഛൻ പറയൂ എന്ന് പറഞ്ഞ് ഞാൻ അച്ഛനെ ദേഹത്ത് തൊട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ കൈ പിടിച്ച് വലിച്ചു. അച്ഛൻ പറഞ്ഞേ പറ്റൂന്ന്. പുള്ളി ധർമ്മസങ്കടത്തിലായി. ഞാനാണെങ്കിൽ പുള്ളിയുമായിട്ടുള്ള ആ ഒരു ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട്, കുറച്ചുകൂടി കേണോ എന്താണ് രഹസ്യം എന്നറിയാൻ വേണ്ടിയിട്ട് എനിക്കൊത്തിരി ആകാംക്ഷയുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ട് ഒത്തിരി വർഷമൊന്നും ആയില്ല. നിൻ്റെ ഭർത്താവിന് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 28 വയസ്സുണ്ട്. ഞാനും നിൻ്റെ അമ്മായിമ്മയും തമ്മിൽ പിണങ്ങിയിട്ട് ഏകദേശം 10-11 വർഷമായി കാണും. അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്താ അതിൻ്റെ കാരണമെന്ന്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ പിണങ്ങാൻ കാരണം എൻ്റെ മകൻ തന്നെയാണ്. ചേട്ടൻ എന്ത് ചെയ്ത് വെച്ചാ എന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, മോളെ, നീ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. അത് കേട്ടിട്ട് അവസാനം നീ ഇവിടെ വഴക്കുണ്ടാക്കുകയോ നിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ചെയ്യരുതെന്ന്. അത്ര വലിയ പ്രശ്നമാണോ അച്ഛാന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, പ്രശ്നമാണ്. ഇനിയും ഞാൻ ചോദിക്കുകയാണ്, തുറന്നു പറയണോ വേണ്ടേന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, അച്ഛന് വാക്ക് തരാം, അച്ഛൻ തുറന്നു പറയുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, ഞങ്ങൾക്ക് 2 കുട്ടികളാണെന്ന് അറിയാമല്ലോ. മൂത്തത് പെണ്ണാണ്. ഇളയവനോട് അവൾക്കും എനിക്കുമൊക്കെ അമിതമായ വാത്സല്യം തന്നെയായിരുന്നു. അവൻ ഇങ്ങനൊരു സുന്ദര കുട്ടപ്പനായി വളരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ മോളെ. ഏകദേശം അവൻ +2 പഠിക്കുന്നവരെ ഞങ്ങളുടെ ജീവിതം സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞതിൽ പിന്നെയാണ് നിൻ്റെ അമ്മായിയമ്മയ്ക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. അതിന് കാരണം അവൾ സ്റ്റെയർ കേസിൽ നിന്നും ഒന്ന് തെന്നി വീണിരുന്നു. വലിയ പ്രശ്നമൊന്നുമല്ല, ചെറിയ ആക്സിഡൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. പിന്നെ വന്നപ്പോഴും വേദന. അങ്ങനെയാണ് ഒരു ആയുർവേദ വൈദ്യനെ കാണിച്ചത്. അവിടെ 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ്, നല്ല കുറവുണ്ട്. ഇനിയും ഏകദേശം 3 മാസത്തോളം കൂടി ഒരു എണ്ണ അവിടുന്ന് കാച്ചിയതാണ്. അത് ദേഹമാസകലം മസാജ് ചെയ്ത് 1/2 മണിക്കൂർ കഴിഞ്ഞ് കുളിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് വിട്ടത്. അതിലാണ് എല്ലാ തുടക്കവും. അയ്യോ, എണ്ണ കൊണ്ട് മസാജ് ചെയ്താൽ എന്താ അച്ഛാ തുടക്കം? അച്ഛൻ്റെ മസാജിങ്ങും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, ആദ്യത്തെ 2 ദിവസം ഞാനാണ് മസാജ് ചെയ്തത്. അപ്പോൾ അവിടെ കംപ്ലൈൻറ്റ് പറഞ്ഞു, ഇത് ശരിയാകില്ല, അവിടെ നല്ല ബലമായിട്ടാണ് മസാജ് ചെയ്തത്. ഞാൻ പറഞ്ഞത് മസാജ് ചെയ്ത് പഠിച്ചവരാണ്, ഇവിടെ ഇപ്പോൾ എനിക്കത് അറിയില്ലെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ മസാജ് ചെയ്യണ്ട, മോൻ മസാജ് ചെയ്തോളും. ഞാൻ പറഞ്ഞു, മോളോടുണ്ടല്ലോ, അവൾ ചെയ്യുന്നു പറഞ്ഞപ്പോൾ അത് ശരിയാവില്ല, കാര്യം നല്ല ബലം വേണം, അവൾക്കൊന്നും അറിയില്ല. മോനാകുമ്പോൾ അവന് നല്ല ശക്തിയുണ്ട്, അവൻ മസാജ് ചെയ്ത് ശരിയാക്കിക്കൊള്ളുമെന്ന്. ഞാൻ പറഞ്ഞടി, അതിൻ്റെ ആവശ്യമില്ല, കാര്യം അവനൊരു ആഞ്ചർക്കനാണ്. നീ എന്ത് പറഞ്ഞാലും അമ്മയാണെങ്കിൽ ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് അത് ശരിയാകില്ലെന്ന്. അപ്പോഴേക്കും എൻ്റെ ഭാര്യ പൊട്ടിത്തെറിച്ചു. ആഹാ, എൻ്റെ മകൻ എനിക്ക് എണ്ണയിട്ട് മസാജ് ചെയ്യുന്നതിൽ നിങ്ങളാണോ എന്നെ ഉപദേശിക്കാൻ വരുന്നത്? എന്തൊരു വൃത്തികെട്ട മനസ്സാണ് നിങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനും ഓർത്തു, ശരിയാ, പറഞ്ഞത് തെറ്റായിപ്പോയല്ലോ, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കാര്യം സ്വന്തം മകൻ സ്വന്തം അമ്മയ്ക്ക് മസാജ് ചെയ്ത് കൊടുത്താൽ എന്താ പ്രശ്നം? എൻ്റെ പഴമനസ്സുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു
പോയതാണ്. എങ്കിലും ഈ പറഞ്ഞതുപോലെ ബോഡി എല്ലാ ഭാഗത്തും മസാജ് ചെയ്യുമ്പോഴേക്കും അത് മകന് അസ്വസ്ഥത ഉണ്ടാകില്ലേ, ഇറിറ്റേഷൻ ഉണ്ടാകില്ലേ, ഒരമ്മയ്ക്കാണെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാകില്ലേ എന്ന് പൊതുവെ എനിക്ക് തോന്നിപ്പോയി. അവളുടെ ചാടിക്കയറ്റം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓക്കെ എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞു. മോളെ 1 മാസം പിന്നെ അവൻ തുടർച്ചയായിട്ട് മസാജ് ചെയ്തു. അതിനു മുമ്പ് തന്നെ നടുവേദനയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിരുന്നു. വയ്യല്ലോ, അപ്പോൾ പിന്നെ നിർബന്ധിക്കാൻ പറ്റില്ല. ഞങ്ങൾ തമ്മിൽ അപ്പോൾ അകലുകയായിരുന്നു. പിന്നീട് ഈ മസാജൊക്കെ തുടർന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, നിങ്ങൾ വേറെ റൂമിലേക്ക് മാറൂ, ഇവിടെ മൊത്തം കുഴമ്പിൻ്റെ മണമാണെന്ന്. അത് കേട്ടുകൊണ്ട് അവൾ പറഞ്ഞതനുസരിച്ച് ഞാൻ മറ്റു റൂമിലേക്ക് മാറി. പക്ഷേ പിന്നീട് നടന്നത് മോൻ്റെ റൂം എല്ലാം വിട്ടിട്ട് വൈകുന്നേരമാകുമ്പോഴേക്കും ഇവളുടെ കൂടെ വന്ന് അവിടെ അന്തി ഉറങ്ങും. അങ്ങനെയായി. ഞാൻ ചോദിച്ചു, അതെന്തിനാണ്, നിനക്കെന്തിനാണ് അവൻ്റെ കൂട്ട്? അവൻ പ്രായപൂർത്തിയായ ചെക്കനല്ലേ, 7 വയസ്സ് മുതൽ അവൻ തനിയെ റൂമിൽ കിടന്നുറങ്ങുന്നവനാണ്. ഇപ്പം നിനക്ക് എന്ത് പ്രശ്നമായിട്ടാണ് അവനെ നിൻ്റെ റൂമിൽ കൊണ്ടുപോയി ഇങ്ങനെ പാർപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ പൊട്ടിത്തെറിച്ചു. എൻ്റെ മോൻ എൻ്റെ കൂടെ വരുന്നതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് ആദ്യം തൊട്ടേ സംശയവും പ്രശ്നങ്ങളുമാണ്. എൻ്റെ മോൻ സുന്ദരനായി വളർന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് അതൊട്ടും സഹിക്കുന്നില്ലെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മോളെ ഒരു ലോജിക്കും തോന്നിയില്ല. ആരാണെങ്കിലും കുറച്ച് അതിർവരമ്പുകൾ വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ ഭാര്യ അതൊക്കെ ഡിഫെൻസ് ചെയ്യുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ മോനോട് ഞാൻ സംസാരിച്ചു. ഇങ്ങനെ നീ അമ്മയുടെ മുറിയിൽ പോയി എപ്പോഴും കിടക്കേണ്ട കാര്യമൊന്നുമില്ല, അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ, നിൻ്റെ റൂമിൽ പോയി കിടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവനും തിരിച്ച് എന്നെ എതിർക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. ഒരു ദിവസം മോള് ഹോസ്റ്റലിൽ നിന്ന് വന്നു. അന്ന് അവൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ആ സമയത്ത് ഞാനും വൈഫും കൂടെ ഇത് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. അപ്പോഴാണ് മകൾ അതൊക്കെ അറിയുന്നത്. അവളോർത്തത് ഇവിടെ സാധാരണ പോലെ മുന്നോട്ട് പോവുകയായിരിക്കുന്നതാണ്. ആ സമയത്ത് മകളും എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞതാണ് ശരി, ഒരിക്കലും അതിൻ്റെ കാര്യമില്ല, മസാജിങ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം അവൻ ആ റൂമിൽ പോയി കിടക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ ഭാര്യ അവളെ നല്ല തെറി പറഞ്ഞ് ചാടിച്ചു. എന്തായാലും മോൾക്ക് ഇത്തിരി പേടിയുണ്ടായിരുന്നു. ഇത്തിരി കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകളാണ് എന്നോട് പറഞ്ഞത്, അച്ഛൻ സംശയിക്കുന്നത് ശരിയാണ്, എന്തോ ഒരു മർമ്മപ്രധാനമായ കാര്യമുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വഴിവിട്ട എന്തോ കാര്യങ്ങളുണ്ട് എന്ന് അവളും പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അച്ഛൻ വിഷമിക്കേണ്ട കാര്യമില്ല, ഞാനത് കണ്ടുപിടിക്കും, ഉറപ്പാണ്. അന്ന് 10 ദിവസത്തോളം ആ വീട്ടിൽ അവൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി അവൾ എൻ്റെ റൂമിൽ വന്ന് പതുക്കെ മുട്ടി വിളിച്ചു. അച്ഛാ, അച്ഛൻ സംശയിച്ചത് 100% ശരിയാണ്. അമ്മ ഒരു രീതിയിലും നേരെ വഴിയിലല്ല പോകുന്നത്. അച്ഛന് ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കണ്ട കാഴ്ചകൾ കാണാം. എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അവിടെ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് താക്കോൽ പഴുതിലൂടെ നോക്കുമെന്ന് പറഞ്ഞു. മോളെ, എനിക്ക് അറിയാമായിരുന്നു, സംശയമുണ്ടായിരുന്നു. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥ ചിത്രം എനിക്ക് മനസ്സിലായത്. അവൾ ശരിക്കും സ്വന്തം മോനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. കാര്യം അവൾക്ക് ചിലപ്പോൾ പ്രായമായി കഴിഞ്ഞപ്പോഴേക്കും എന്നിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കാം, എന്നിൽ നിന്ന് കിട്ടുന്ന ഗുണഫലങ്ങൾ കുറഞ്ഞിരിക്കാം. പക്ഷേ ഒരിക്കലും ഒരു സ്ത്രീയും ഇങ്ങനെ ആകാൻ പാടില്ല. സ്വന്തം മകനെ തന്നെ സ്വന്തം ഭാഗത്തേക്ക് മാറ്റി സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി നെയ്തെടുക്കാൻ പാടില്ല. പക്ഷേ അവിടെ കണ്ടത് അഹോരാത്രം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന എൻ്റെ ഒരു മകനെയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ വന്യമായ രീതിയിൽ അവൾ അവനെ പരിശീലിപ്പിച്ചെടുത്തിരുന്നു. അത് കണ്ടാൽ ഏതൊരു അച്ഛനാണെങ്കിലും ഏതൊരു സഹോദരിക്കാണെങ്കിലും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ തടസ്സപ്പെടുത്താൻ വേണ്ടി മുട്ടി വിളിച്ചു. പക്ഷേ അവർ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കാണുമെന്നുള്ളതല്ലാതെ രണ്ടുപേരും വെളുപ്പിനെ വരെ കഥക തുറന്നില്ല. രാവിലെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ എന്നോട് പറഞ്ഞു, കണ്ടെങ്കിൽ കണ്ടു, ഇതാണ് ജീവിതം, രണ്ടുപേർക്കും ഇവിടെ നിൽക്കാമെന്നുണ്ടെങ്കിൽ നിന്നാൽ മതി, ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക, നാട്ടുകാരോട് പറഞ്ഞാലും എനിക്ക് യാതൊരു കൂസലുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വന്തം കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇത് പുറത്ത് പറയുമോ? അങ്ങനെ ഞാനും എൻ്റെ മോളും വേറെ ലോകത്തേക്കായി. അവൾ കല്യാണം കഴിച്ച് പോകുന്നത് വരെ അവളായിരുന്നു എൻ്റെ കൂട്ട്. പിന്നീടുള്ളതെല്ലാം നാട്ടുകാരെ കാണിക്കാനുള്ള ഒരു അഭ്യാസ പ്രകടനങ്ങളാണ്. എന്തുകൊണ്ടാണ് അമ്മയും മകനും ഓവർ അറ്റാച്ച്ഡായിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും അതിൻ്റെ അർത്ഥവും ഉത്തരവും വാത്സല്യം കൊണ്ട് എന്നായിരിക്കും. പക്ഷേ ഇവിടെ വാത്സല്യമല്ല, ഞാൻ സത്യമാണ് പറഞ്ഞത്. അത് കേട്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി, തകർന്നു പോയി. അച്ഛാ, ഞാൻ ഇനി എന്ത് ചെയ്യും? ഇപ്പോഴും അവർ തമ്മിൽ സജീവമായ കാര്യങ്ങളുണ്ടോ? അങ്ങനെയാണെങ്കിൽ അമ്മ എന്തിനാണ്?
സ്വന്തം മകന് ഒരു വിവാഹാലോചന കൊണ്ടുവന്നത് അല്ലെങ്കിൽ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചത് സാധാരണ ഇങ്ങനെയുള്ള ആളുകൾ അങ്ങനെ ചെയ്യില്ലല്ലോ എന്ന് അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതെനിക്ക് അറിയില്ല. ഒരു പക്ഷേ അവനോട് പറഞ്ഞതായിരിക്കാം. കാരണം അവൻ്റെ ഓഫീസിലുള്ള മിക്കവാറും പേര് വിവാഹിതരായി. അപ്പോൾ ആ പ്രായത്തിൽ അവൻ നിന്ന് കഴിഞ്ഞാൽ നാണക്കെടല്ലേ, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അമ്മയും മകനും കൂടെ തീരുമാനിച്ചതായിരിക്കാം, നിനക്കൊരു ഭാര്യ വേണം, ഭാര്യ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്നും. ഞാൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞ കഥകൾ ഞെട്ടലാണ്. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് എനിക്ക് എല്ലാം അങ്ങോട്ട് നന്നായി വിശ്വസിക്കാൻ തോന്നുന്നില്ല. കാര്യം പുള്ളി ഒരു നാണക്കാരനാണല്ലോ എന്ന്. അപ്പോൾ അച്ഛൻ എടുത്തടച്ചവളെ പറഞ്ഞു, അത് ശരിയാ, പുറത്താരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവന് ഭയങ്കര നാണമാണ്, വേണമെങ്കിൽ കളം വരിക്കും. പക്ഷേ ഉള്ളിൽ അങ്ങനെയല്ല, അവൻ കരിമ്പിൻ ചണ്ടി പിഴിഞ്ഞെടുക്കുന്ന യന്ത്രം പോലെയാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. അച്ഛൻ കണ്ടതാണ്, അതുറപ്പാണ്. അച്ഛന് എല്ലാം അറിയാം, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ പറയില്ല. എൻ്റെ ഭർത്താവിൻ്റെ ചെയ്തി കറക്റ്റാണ് അച്ഛൻ പറഞ്ഞതുമായി. അപ്പോൾ ഈ വാർത്ത കറക്റ്റാണ്. ഇനിയിപ്പോൾ എന്തെന്ന് മാത്രമേ എനിക്ക് ചിന്തിക്കാനുള്ളൂ. എൻ്റെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷണം ഈ ബന്ധം ഉപേക്ഷിക്കാൻ പറയും. ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണോ? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അച്ഛന് ഞാൻ വാഗ്ദാനം കൊടുത്താണ്, ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന്. അച്ഛനെ കഷ്ടത്തിലാക്കാൻ പറ്റില്ല. ഇത് ഞാനും തെളിവ് സഹിതം കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ എനിക്ക് അവരോട് ചോദിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഞാനും മനസ്സിലുറപ്പിച്ചു. പിന്നെ എൻ്റെ ഭർത്താവ് രാത്രിയിൽ ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് എനിക്ക് ഒരിക്കലും സംശയം തോന്നിയിട്ടില്ല. എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. കാര്യം ഞാനാണെങ്കിൽ നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്ന ആളാണ്. പിന്നീടുള്ള രാത്രികളിൽ എനിക്ക് ഉറക്കം വന്നില്ല. 1-2 ദിവസം എൻ്റെ ഉറക്കം വെറുതെ വേസ്റ്റായിപ്പോയി. പക്ഷേ 4-ാമത്തെ ദിവസം ഞാൻ ആ കാര്യം കണ്ടുപിടിച്ചു. ഉറങ്ങുകയാണോന്ന് എന്നെ ടച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഹസ്ബൻഡ് ഇറങ്ങിപ്പോകുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനും പുറകെ പോയി മാഡം, ഇരുട്ടത്ത്. പക്ഷേ അമ്മയും മകനും അകത്ത് കയറി കഴിഞ്ഞിരുന്നു. പണ്ടത്തെ പോലെ ആ കഥയിലൊന്നും ഇപ്പോൾ താക്കോൽ പഴുതൊന്നുമില്ല അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട്. വേറെ കഥ കാണും. അപ്പോൾ എനിക്ക് പുറത്ത് നിന്നേ പറ്റുകയുള്ളൂ. ഓരോ ശബ്ദങ്ങളും ഉണ്ടാകുന്നത് ഞാൻ അവിടെ നിന്ന് കേട്ടു. എൻ്റെ മനസ്സ് സങ്കടപ്പെടുകയും നെടുവീർപ്പിടുകയും ഒക്കെ ചെയ്തു. പക്ഷേ 10 മിനിറ്റിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ കഥകിൽ മുട്ടി, കിടന്ന് അലറി. അമ്മ വന്ന് കഥക് തുറന്നു. എന്താണ് ഈ രാത്രി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഒരു ഭാര്യയാണ് ഞാൻ, എനിക്കൊന്നും കണ്ട് സഹിച്ചു നിൽക്കാൻ പറ്റില്ല. ഭർത്താവിനെ ഞാൻ ശരിക്കും ശകാരിച്ചു. അതുമാത്രമല്ല ചില കയ്യാങ്കളികളും ഉണ്ടായി. എനിക്ക് ആ സമയത്ത് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഓർമ്മയില്ല. അമ്മായിമ്മ തടസ്സം പിടിക്കാൻ വന്നു. അമ്മായിമ്മയ്ക്കും ഇടയ്ക്ക് ഒന്ന് കിട്ടിയോ എന്ന് എനിക്കൊരു സംശയം. എന്തായാലും അമ്മായിമ്മ പറഞ്ഞു, ഒന്നുകിൽ ഇവൾ അല്ലെങ്കിൽ ഞാൻ, 2 തീരുമാനത്തിലൊന്ന് നീ എടുക്കണമെന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിക്കേണ്ട ചോദ്യമാണ് അമ്മായിമ്മ ഭർത്താവിനോട് ചോദിച്ചത്. ഭർത്താവ് അപ്പോഴേക്ക് ഇറങ്ങി ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് പോയി. ഞാൻ തിരിച്ചു വന്ന് പറയാവുന്നതിൻ്റെ അപ്പുറം എല്ലാം പറഞ്ഞു മാഡം. അവസാനം പുള്ളി എന്നോട് ക്ഷമ ചോദിച്ചു. ഇനി ഒരിക്കലും ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ നിന്നാൽ ഇനിയും ഉണ്ടാകും, നമുക്ക് ഫ്ലാറ്റിലേക്ക് മാറാമെന്ന് പറഞ്ഞു. അത് പുള്ളിക്കാരൻ സമ്മതിച്ചു. എൻ്റെ ഭർത്താവ് പറഞ്ഞത് അറിയാൻ പറ്റാത്ത പ്രായം മുതലേ ഇങ്ങനെയൊക്കെ പരിശീലിപ്പിച്ച് എടുത്തത് കൊണ്ടാണ് അങ്ങനെ അഡിക്റ്റായി പോയെന്നാണ്. പക്ഷേ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യന് തിരിച്ചറിവുകളാണല്ലോ പ്രധാനം. ഇനിയെങ്കിലും നിർത്തണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വേറൊരു ഫ്ലാറ്റിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ എല്ലാം തീരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നേരത്തെ എണ്ണയിട്ട യന്ത്രം പോലെ എന്നോട് മുന്നോട്ട് പോകാൻ ഉൾപ്രേരകമായിരുന്ന ഭർത്താവ് ഇപ്പോൾ ഒച്ചിഴയുന്ന പോലെയാണ്. ചിലപ്പോൾ ഇഴിച്ചിൽ പോലുമില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ദാമ്പത്യ ജീവിതം വല്ലാതെ ഡൗണായി. ഞാനതേ ചൊല്ലി ഭർത്താവിനോട് കലഹിക്കുകയും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അവസാനം ഞങ്ങൾ കൗൺസിലിങ്ങിൽ പോയി മാഡം. അപ്പോൾ കൗൺസിലർ ഒത്തിരി ഉപദേശിച്ചു ഇങ്ങനെയുള്ള ബന്ധത്തിൽ നിന്ന് വഴിമാറി നടക്കണമെന്ന്. പക്ഷേ ഹസ്ബൻഡിന് അതിൽ നിന്ന് മാറാനേ പറ്റില്ല. അവസാനം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ അമ്മയുടെ കുറേ ഡ്രസ്സുകൾ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരാൻ പോവുകയാണ്, അമ്മ കാണാതെ. എന്നിട്ട് അത് എല്ലാ ദിവസവും നീ ധരിക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് നിന്നോട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇത്തരം അഡിക്റ്റഡായുള്ള ബന്ധങ്ങൾ മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമാണ്. ഭാര്യയുടെ ഭാഗത്തു നിന്ന് നല്ല സഹകരണം ഉണ്ടാകണമെന്ന് ആ ഒരു കൗൺസിലറും പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് മാക്സിമം ഞാനെല്ലാം ക്ഷമിച്ചത്. ഈ ഒരു ഐഡിയയും ഞാൻ പിന്നെ അഡാപ്റ്റ് ചെയ്തു. കാരണം എനിക്കതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെ അമ്മയുടെ വസ്ത്രങ്ങൾ ധരിച്ച്
നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരന് ഭയങ്കര ഉത്സാഹമാണ്. ഞാൻ പ്രതീക്ഷിച്ചതൊക്കെ എനിക്ക് സംഭവിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ലഭിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ദാമ്പത്യം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഹസ്ബൻഡ് അവിടെ പോകാതിരിക്കുകയായിരുന്നു. ഈ അടുത്ത കാലത്ത് പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫീസിൻ്റെ വർക്കാണെന്ന് പറഞ്ഞ് അങ്ങ് പോകും. അന്ന് രാത്രി വരില്ല. ഞാൻ ആദ്യം ഓർത്തത് ഓഫീസ് കാര്യത്തിനാണെന്നാണ്. ഇതുവരെയും അങ്ങനെ ഓഫീസ് വർക്ക് ഇല്ലായിരുന്നു. രാത്രിയിൽ ഇങ്ങനെ പോയപ്പോൾ എനിക്ക് സംശയമായി. ഞാൻ അമ്മായിച്ചനെ വിളിച്ച് പറഞ്ഞു, ഒന്ന് ശ്രദ്ധിക്കണേ എന്ന്. അമ്മായിച്ചനോട് പറഞ്ഞു, മോളെ ഓഫീസ് വർക്കാണെന്ന് പറഞ്ഞ് പോയിട്ട് രാത്രി 11 മണിയായി കഴിയുമ്പോഴേക്ക് വരും. കാര്യം 10 മണിക്കല്ലേ ഞാൻ ഉറങ്ങുന്നത്. പക്ഷേ നീ പറഞ്ഞ ശേഷം ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ കാര്യങ്ങൾ മുന്നത്തെ പോലെ തന്നെ മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. ഭർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് തുറന്ന് സമ്മതിച്ചു. ഇതൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. മാഡം, ഞാൻ കൗൺസിലിങ്ങിന് പോയി. എൻ്റെ ഭർത്താവിനെ ഇനി മാറ്റിയെടുക്കാൻ പറ്റുമോ? ഈ ജീവിതം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റില്ല. എനിക്കിതൊന്നും ഇഷ്ടവുമല്ല മാഡം. ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. അപ്പോൾ തീർച്ചയായിട്ടും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ രണ്ടുപേരുടെ സ്വഭാവം രണ്ട് വ്യത്യസ്ത തലത്തിലായിരിക്കും. അപ്പം ഒത്തിരി മനസ്സിലാക്കലുകളും അഡ്ജസ്റ്റ്മെൻറ്റുകളും അവിടെ വേണ്ടി വരും. പക്ഷേ ചില സ്ത്രീകൾ ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ കേട്ടുകേഴ്വി മാത്രമുള്ള ബന്ധങ്ങൾ കാണുമ്പോഴേക്കും ആ സ്പോട്ടിൽ തന്നെ, അല്ലെങ്കിൽ ആ ഗോസിപ്പ് അറിഞ്ഞാൽ പോലും അപ്പം തന്നെ ബന്ധം ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് അവിടെ നിന്ന് ഭർത്താവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തെളിവുകൾ കളക്ട് ചെയ്ത് ഭർത്താവിനോടും ചോദിച്ച് പിന്നെ ഭർത്താവിനെ മാറ്റി കൗൺസിലിങ്ങിനൊക്കെ പോയി, അതായത് ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ശ്രമിച്ച ഒരു വ്യക്തിയാണ്. എന്നിട്ടും അയാളെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് ഒന്നും അയാൾ മാറുന്നില്ല, മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം സാരിയൊക്കെ എടുത്തെടുത്ത് അങ്ങനൊരു പ്രക്രിയ പോലും നിങ്ങൾ തയ്യാറായി. എത്ര പെണ്ണുങ്ങൾ തയ്യാറാകും? എനിക്ക് തോന്നുന്നില്ല 99.99% സ്ത്രീകൾ പോലും അതിന് തയ്യാറാകില്ല. പക്ഷേ നിങ്ങൾ അതിന് ശ്രമിച്ച വ്യക്തിയാണ്. അപ്പോൾ ഒരു ദാമ്പത്യ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കി. പക്ഷെ അതിലൊന്നും ഫലവത്തല്ല. ഇനി വേണമെങ്കിൽ വേറൊരു സൈക്കാട്രിസ്റ്റിനെയോ ഡോക്ടറെ ഒന്ന് കാണിച്ചു നോക്കാം, സൈക്കോതെറാപ്പി കൂടി ചെയ്ത് നോക്കാം. അതിലും വിജയിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ബന്ധം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് പറ്റുമായിരിക്കും എന്ത് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ. പക്ഷേ ഞാൻ ഒരിക്കലും പറയില്ല ഇത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ. നിങ്ങൾക്ക് ഡൈവേഴ്സ് ചെയ്ത് മറ്റൊരു നല്ല ജീവിതത്തിലേക്ക് പോകാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ശ്രമിക്കാം. കാര്യം നിങ്ങൾക്ക് ഭർത്താവിൻ്റെ സ്നേഹമുണ്ട്, വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് മറ്റു വഴിയുടെ കുറച്ചുകൂടെ മനഃശാസ്ത്രപരമായ നല്ല ട്രീറ്റ്മെൻറ്റുകൾക്ക് ശ്രമിക്കാം. പക്ഷേ അതിലും ഭർത്താവ് മാറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ അവസ്ഥ അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്യുക. അങ്ങയുടെ പാർട്ട്ണർ വിടുക. അവരെന്തെങ്കിലും കാണിച്ചോട്ടെ, നിങ്ങൾ നിങ്ങളുടെ പുതിയ ജീവിതം നോക്കുക. അപ്പോൾ ഇതല്ലാതെ ഇതിൽ കൂടുതലൊരു ആൻസർ ഇതിനെനിക്ക് പറയാനുമില്ല.